ജേക്കബ് ചേട്ടാ 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പം സമയം. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ, അല്ല വലിഞ്ഞേറി വന്നല്ല. Two weeks, 1 month ஆகிட்ட டெய்லி வீடியோஸ், டெய்லி அதை எடுத்துட்டு யூடியூபர்ஸ் எல்லாம் தேவையில்லாதது, அசிங்கமா எடி வாடி என்னது மரியாதை இல்லாம ஒருத்தரும் ஃபேக் அக்கௌண்ட்ல இருந்து நிறைய பேர் இப்பெல்லாம் எல்லாம் ஸ்டார்ட் பண்ணி. இல்ல ഫേക്ക് അക്കൗണ്ട് ഇല്ല. ഞാൻ അന്ന് ചെന്നൈയിലിരുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇത് ഒരു മാസീവ് അറ്റാക്ക്, ഒരാളല്ല, എല്ലാവരും കൂടിയിട്ടാ ചെയ്യുന്നത്. ഇത് ഒരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാ ചെയ്യുന്നതിന്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ, 2 യൂട്യൂബേഴ്സ് തൃശ്ശൂർ വരെ പോയത്, കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? അത് കണ്ടായിരുന്നല്ലോ. ഏത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? പേരെടുത്ത് പറയണോ? പരാതി കൊടുത്തിരിക്ക, അതുകൊണ്ട് ഇപ്പൊ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ പേസ് அதான் சொல்லிருக்கேன். எல்லாம் வந்து நீ சொல்லு, மனசுல பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு. நீங்க எல்லாம் இப்போ நீங்கள் போட்டால் கூட அது வந்து எப்படி சொல்கிறது, நெகட்டிவாக தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல. அவ்வளோ அசிங்கமாக, ரொம்ப கீழ்த்தனமாக பேசுகிறாங்க. ஏன்னா கமெண்ட் பண்ணுறது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான். அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாமல் ரொம்ப அசிங்கமாக பேசுகிறாங்க. இதெல்லாம் எப்படி வந்து என்னால் இது பண்ண முடியும்? கமெண்ட் எத்தனை பேர் வேணும் பாருங்க. ஒரு சேனலில் ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்ணுறீங்க. ஒரு பேஷண்ட், நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் കഴിക്കണം, മനസമാധാനമായിട്ട് ജീവിக்கிறேன். ചത്തുപോയ எனக்கு തിരിച്ച് ജീവൻ ദൈവം കൊടുത്താ ഇപ്പൊ அந்த ജീവനെ എടുக்கிறதுக்காக ശ്രമിக்கிறீங்களா? ഞാൻ നന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ എന്താ അന്ന് പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് കുടുംബ ജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാ. ഞാൻ റേപ്പ് ചെയ്യുവോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുവോ? അത് നിങ്ങൾ വിശ്വസിക്കുവോ? അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കില്ല? അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ, അത് എനിക്കിட்ட റെക്കോർഡ് ഇருக்கு. അന്ന് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കேன். അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലിരിക്കും. എല്ലാം കാണിച്ചു കൊടുത്തു ഞാൻ. പോലീസ് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു. പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല. അങ്ങനൊക്കെ ഉണ്ടാവോ സംഭവം? അങ്ങനൊക്കെ ഉണ്ടാവോ? സന്തോഷമുണ്ട്. ആക്ച്വലി കുറേ കാലമായിട്ട് എറിഞ്ഞു പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. റിയൽ ട്രൂത്ത് ബൈ കോകില ഫോർ എലിസബത്ത് ചേച്ചി. എലിസബത്ത് ചേച്ചി എന്തിനാണോ എലിസബത്ത് ചേച്ചി? കുറ്റം പറയാനാണ്. ഇതിനു മുമ്പ് അവളെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുമ്പത്തെ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ എന്തിനാണാവോ? ചിലപ്പോൾ സർക്കാസ്റ്റിക് ആയിരിക്കും, അറിയില്ല. എനിക്ക് മനസ്സിലായില്ല എന്തിനാ എലിസബത്ത് ചേച്ചി എന്നൊക്കെ ഇട്ടോണേന്ന്. എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ആക്ച്വലി പണ്ട് കുറച്ച് കാലം എന്നെ കൊണ്ട് പല കാര്യത്തിനെ പറ്റിയിട്ട്, അമൃതനെ പറ്റിയിട്ട്, പാപ്പുവിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഗോപി സുന്ദറിനെ പറ്റിയിട്ട്, പിന്നെ ഇയാളുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഇയാൾ നടത്തിയായിരുന്നു. ഇയാൾ നടത്തുകയാണോ ഇയാളുടെ ഫ്രണ്ട് നടത്തുകയാണോ, ഇയാൾ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. കലൂരിലായിരുന്നു, ഇപ്പോൾ സ്ഥലം മാറിയോന്നറിയില്ല. അപ്പോൾ ആ ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളെ പറ്റിയിട്ടൊക്കെ ഇന്നെ കൊണ്ട് അവരെ ചീത്ത വിളിക്കുക, അവരെന്നെ പറ്റിച്ചു, നീ എന്തൊട്ട് ഭാര്യയാണ്, നീ അവരെ അങ്ങനെ പറഞ്ഞ് മീഡിയയിൽ വന്നിട്ട് പറ. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പിന്നെന്ന് അവസാനം ഒന്നും പറ്റാണ്ടാവുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആക്ടറിന്റെ ഇഷ്യൂവിൽ നീ പറ ഇനി എന്ത് ഭാര്യയാണ്. അതുപോലെ ഗൺ കേസിൽ ഇന്നേയും കൂടി മോളത്തെ റൂമിൽ ചെറുത്താൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്തിച്ചേരുന്നു. അപ്പോഴും പറയണവരിത് നീ എന്ത് ഭാര്യയാണ്, ഒപ്പം നിൽക്കാത്ത ഭാര്യ. സോ ഇത് എല്ലാ കള്ളത്തരങ്ങൾക്കും ഒപ്പം നിൽക്കണ ഭാര്യയാണ്. ഇനിയും അങ്ങനെ കുറേ ഇതിൽ ഒക്കെ ഒപ്പം നിന്ന് നീ അവിടെ വെറുതെ ഇരുന്നാൽ മതി. എൻ്റെ പല വീഡിയോകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് എത്രമാത്രം ഇൻട്രസ്റ്റിലാണ് ഞാൻ ആ വീഡിയോയിൽ ഇരുന്നിരുന്നതെന്ന്. ഇത് പക്ഷേ ഭയങ്കരമായിട്ട്
സപ്പോർട്ടിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് അന്ന് ചെറുത്താൻ്റെ ഇതിൽ നിനക്കും കൂടി ഒരു പണിയെടുക്കട്ടെ, നീ എങ്ങാനും എൻ്റെ എതിരെ തിരിഞ്ഞ നിൻ്റെ പേരിലൊരു തോക്ക് കേസ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ തലയിൽ തന്ന പോലെ ഇത് നൈസായിട്ട് പുള്ളിക്കാരിക്ക് പണി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് എങ്ങാനും ഡിഫേമേഷൻ വരികയാണെങ്കിൽ അവൾക്ക് ഇരുന്നോട്ടെ. പക്ഷെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മാമ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞോണേ, മാമ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞ ഞാനാണ് പക്ഷെ ഇത് ചെയ്യണത്. പക്ഷെ ഇതെങ്ങനെ പുള്ളിയുടെ അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആവണത്? പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് പോസ്റ്റ് ആയോണേ. പിന്നെ ഇത് പുള്ളി പറയാണ്ട് വരുന്നില്ല. ഇത് എത്ര ആൾക്കാരാണ്, ഒരാൾ വന്നിട്ട് വേറെ വീഡിയോയിൽ ചേട്ടനോട് പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ചേട്ടനോട് സമ്മതം ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തു. ഇവരും ചേട്ടൻ പോസ്റ്റ് ചെയ്യണ്ട പോസ്റ്റിന് ഭയങ്കര നല്ല മനുഷ്യനാണേ. അങ്ങനെ അപ്പൊ ഇനി റിയൽ ട്രൂത്ത് പറഞ്ഞത്, എന്റെ കല്യാണം 2019 മെയ്യില് നടന്നതാണ്. 3 ആഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്. പിന്നെ അതിന്റെ ഡിവേഴ്സ് കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഡിവേഴ്സ് ഓക്കെ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറിനെയാണ് ഞങ്ങൾ M4 മാരിന്ന് ആണ് കണ്ടുമുട്ടിയത്. ഓക്കെ 3 ആഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഒരു റിലേഷനിൽ. പിന്നെ ഡിവേഴ്സ് കുറച്ച് വൈകിയായിരുന്നു. ആക്ച്വലി ഇന്നെ ഡിവേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകളൊക്കെ തരാം. പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടത്, ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുഴപ്പം പറയേണ്ടത് ആ പുള്ളിയാണ്. ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പബ്ലിക്കായിട്ട് തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും. അതിലെനിക്ക് ഒരു മടിയില്ല. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. 4 or 5 കഴിഞ്ഞിട്ട് ഒരു ചെയ്യണ ഒരാള് മുമ്പ് ഒന്ന് കഴിഞ്ഞ് അതും അയാളോട് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിലേക്ക് വരണത്. ഈവൻ ആ ഡിവേഴ്സിനെ പോലും ഒപ്പം നിന്നിരുന്ന ആള് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും, നിന്റെ എല്ലാ പേരും ഞാൻ നാശാക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം. പിന്നെ എന്താ വേറൊരു രസം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ആ പ്രൊഫൈലിലാണ് ഞാൻ ട്രോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്നത്തെ ഡിവേഴ്സ് കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ട്രോളിലൊക്കെ ആക്റ്റീവ് ആവണത്. എൻ്റെ ട്രോളിൻ്റെ ഇതിൽ നമ്മുടെ റിലേഷൻ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ ഡിവേഴ്സി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇയാളിനെ പ്രപ്പോസ് ചെയ്യണേ. സോ അങ്ങനെയും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. പിന്നെ ഇയാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കണ സമയത്ത്, ഇപ്പൊ കല്യാണം എന്ന് പറയാൻ പറ്റില്ല, ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കണ സമയത്ത് ഇയാൾ തന്നെയാണ് പറഞ്ഞത് ആരോടും എന്താ മുമ്പത്തെ കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത്, എനിക്ക് നാണക്കേടാന്ന് ഈ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞോണത്. അതായത് എനിക്ക് നാണക്കേടില്ല, പുള്ളിക്ക് നാണക്കേടാന്ന്. എനിക്ക് നാണക്കേടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ്, അന്ന് എനിക്ക് 5000 ഫ്രണ്ട്സും 16000 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ ആ ഫേസ്ബുക്ക് പ്രൊഫൈല്. ആ പ്രൊഫൈല് പുള്ളിയുടെ ഒപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, ഇപ്പൊ അതിനെ എന്ത് പേര് വിളിക്കണമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പുള്ളി തന്നെ ആ എൻ്റെ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പ്രൊഫൈൽ ഇപ്പം ഇല്ല. അതിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈലിലാണ്. മാത്രമല്ല അന്നുണ്ടായിരുന്ന എൻ്റെ ഫോണ് പുള്ളി എറിഞ്ഞു പൊട്ടിച്ചു. ആ സിമ്മ് പുള്ളി നാശാക്കി. ആ നമ്പർ ഇപ്പോൾ വേറെ ആക്കാരില്ല. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഇങ്ങനെ പറഞ്ഞ് കുത്തിത്തിരിച്ച് എന്തെങ്കിലും വരും, അത് മ്യൂച്വൽ ഡിവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഞാൻ ബാക്കി ആൻസറുകൾ പറയുന്നതായിരിക്കും. പിന്നെ അടുത്ത വരെ പറഞ്ഞ സംഭവമാണ് 15 വർഷത്തെ എൻ്റെ മരുന്ന് കൂടി. എന്ത് മരുന്നാണ് ഞാൻ 15 വർഷമായിട്ട് കഴിക്കണേ? എനിക്കിപ്പോൾ 30 എന്ന് പറയാൻ പറ്റില്ല, സെപ്റ്റംബർ 8 എനിക്ക് 31 വയസ്സാവും. സോ ഏകദേശം നമ്മൾ 15 വയസ്സ് ബാക്കിക്ക് പോവുകയാണെങ്കിൽ ഞാൻ 15 വയസ്സ് തൊട്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ടേ. എന്ത് മരുന്നാണ് കഴിക്കണേ? 15 വർഷമായിട്ട് എന്ത് മരുന്നാ കഴിക്കണേന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി. ഞാൻ 15 വർഷമായിട്ട് ഇപ്പോൾ കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും, വയറിളക്കത്തിന് കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉള്ള മരുന്നുകൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയേണ്ടതാണ് എന്ത് മരുന്നാ കഴിച്ചതെന്ന്. അതായത് ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് 15 വർഷമായിട്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വരില്ലേ 15 വർഷമായിട്ട്,
ഞാൻ ഇപ്പം അടുത്താണ് ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിക്കണേ. 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് ഞാൻ കഴിച്ചതെന്ന്, അതായത് നമ്മൾ വീഡിയോയിൽ ഒരാളിനെ നിന്റെ എന്നിട്ടാണ് ഡ്രാമ മൊത്തം പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ. അപ്പം എന്ത് മരുന്നാണ് കഴിക്കണേന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, ഞാൻ കുറേ ചോദ്യങ്ങൾ പല വീഡിയോകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിനൊന്നും ആൻസർ ഇല്ല. പിന്നെ ഇതിൻ്റെ ക്യാരക്ടർ അസാസിനേഷനും ഇതിൻ്റെ മെൻ്റൽ പ്രോബ്ലം ഒക്കെയാണ് ഇവിടെ അവരിക്കണേ. ഓക്കെ, എന്നാലും 15 വർഷമായിട്ട് ഞാൻ എന്ത് മരുന്നാണ് കഴിച്ചത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാകുന്നു. അത് നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് ഞാൻ, കാരണം കുറേ കാലമായിട്ട് പറയണു ഞാൻ ഇൻഫെർട്ടൈലാണ്, അതാണ് ഇതാണ്, ഒരു പെണ്ണിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന മോശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ തെളിവുകൾ ഞാൻ ചോദിക്കുന്നു. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയത്? ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയതും 15 വർഷമായിട്ട് കഴിച്ചു. 15 വർഷമായിട്ട് എന്നിട്ടാ പനിക്കൊക്കെ മരുന്ന് ഇടയ്ക്ക് കഴിക്കുന്നുണ്ടാവും, അതൊക്കെ നോർമലാണെന്നാണ് എൻ്റെ വിചാരം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 15 വയസ്സിലൊന്നും അസുഖമൊന്നും വന്നിട്ടില്ലേ എന്ന് എനിക്കറിയില്ല. അപ്പോൾ 15 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 8ാം ക്ലാസ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ 8ാം ക്ലാസ് തൊട്ട് പറയുകയാണെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട്. 8ാം ക്ലാസ്സിൽ ഞാൻ സോണൽ ലെവലിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8th ഇതിൻ്റെ എക്സാം മാർക്സ് നോക്കുകയാണെങ്കിൽ ഒരു ആദ്യത്തെ 5 പേരുടെ റാങ്കിങ്ങിൽ ഞാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 10 പേര് അതുപോലെ തന്നെയായിരുന്നു. 9ൽ ഞാൻ സ്റ്റേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഷട്ടിലിൽ. അതുപോലെ തന്നെ എൻ്റെ മാർക്കും അതുപോലെ തന്നെ ഒരു 5 പേരുടെ ഉള്ളിൽ എൻ്റെ മാർക്ക് വരും. അതുപോലെ തന്നെ 10th ഫുൾ A+ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 10th എനിക്ക് സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് ഷട്ടിൽ ബാഡ്മിൻ്റനെ കിട്ടി. 11th അതുപോലെ തന്നെ എൻ്റെ മാർക്ക് 94% സംതിങ് ആയിരുന്നു. പിന്നെ ആ സമയത്തും ഞാൻ ഷട്ടിലിനെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷട്ടിലിനെ ഞാൻ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പൊസിഷൻ കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കളിക്കും ഞാൻ പോകുന്നുണ്ട്. ആ കളിയിലും ഞാൻ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഞാൻ കേരളത്തിൻ്റെ ടീമിന് വേണ്ടി കളിച്ചിട്ട് സൗത്ത് സോണിൽ ജയിച്ച് നോർത്ത് സോണിൽ നമ്മൾ 6ാമത്തെ അങ്ങോട്ട് പൊസിഷനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ +2 എനിക്ക് 94 നമുക്ക് +1ഉം +2 മാർക്ക് കൂട്ടിയിട്ടാണല്ലോ നോക്കണേ. അപ്പോൾ 94% അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി ഇംഗ്ലീഷിൽ A ആയിരുന്നു. ബാക്കിയെല്ലാ സബ്ജക്റ്റിലും A+ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ ഇതിനെ പറ്റിയിട്ട് സ്കൂളിലോ കോളേജിലോ കംപ്ലൈൻറ്റുകൾ ഇല്ല. ഒരു തരത്തിലും കംപ്ലൈൻറ്റുകൾ ഉള്ളതായിട്ട് എൻ്റെ അറിവിൽ ഇപ്പം ഇല്ല. ഇനി വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നല്ല പഠിച്ച സ്കൂളുകളും കോളേജുകളും നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ഭയങ്കര കാശ് കൂടിയ സ്ഥലങ്ങളൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള സ്ഥലങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കള്ളക്കേസുകളും ഇതൊന്നും പിന്നെ ഇനി വരില്ല എന്ന് തന്നെ വിചാരിക്കുന്നു.